18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ബഹളത്തോടെയാണ് തുടങ്ങിയത്. കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോട്ടം സ്പീക്കറാക്കാത്തതിലും നീറ്റ് വിവാദത്തിലും പ്രതിഷേധമുയർത്തി. ഭരണഘടനയുടെ പകർപ്പ് കയ്യിലേന്തിക്കൊണ്ടാണ് ഗാന്ധി പ്രതിമയിരുന്ന സ്ഥലത്ത് നിന്നും സഭയിലേക്ക് മാർച്ച് നടത്തിയത്. സഭയിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ തുടരുകയാണ്. പാർലമെന്റ് വളപ്പിലെ ഗാന്ധി പ്രതിമയിരുന്ന സ്ഥലത്തു നിന്നാണ് വലിയ ഊർജ്ജത്തോടെ പ്രതിപക്ഷം സഭയിലേക്ക് കയറിയത്. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ ഭരണഘടനയുടെ ചെറിയ പതിപ്പ് കയ്യിൽ പിടിച്ചായിരുന്നു പ്രതിപക്ഷ നീക്കം. കോൺഗ്രസിന്റെ നിർദ്ദേശം ഇന്ത്യ സഖ്യം നേതാക്കളും അംഗീകരിക്കുകയായിരുന്നു. കേരളത്തിൽ നിന്നുള്ള കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെ എല്ലാ അംഗങ്ങളും ഇതിൽ പങ്കുചേർന്നു. പിന്നീട് സഭയ്ക്കുള്ളിലും പ്രതിപക്ഷം ഭരണഘടന ഉയർത്തിയുള്ള പ്രതിഷേധം തുടർന്നു. കൊടിക്കുന്നിൽ സുരേഷിന് പ്രോട്ടം സ്പീക്കർ സ്ഥാനം നൽകാത്തത് ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. അതേസമയം മോദി മോദി എന്ന വിളികളോടെയാണ് ഭരണപക്ഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചത്. നരേന്ദ്രമോദിയെ സത്യപ്രതിജ്ഞയ്ക്കായി ക്ഷണിച്ചപ്പോൾ ഭരണപക്ഷത്തുയർന്ന കരഘോഷത്തെയും ഭരണഘടന ഉയർത്തിയാണ് പ്രതിപക്ഷം നേരിട്ടത്. നരേന്ദ്ര ദാമോദർ ദാസ് മോദി. അമിത്ഷാ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ഭരണഘടന ഉയർത്തിക്കാട്ടി. ധർമ്മേന്ദ്ര പ്രധാൻ എത്തിയപ്പോൾ നീറ്റ് നീറ്റ് എന്ന് വിളിച്ചും പ്രതിപക്ഷം വലിയ ബഹളമുണ്ടാക്കി. പ്രോട്ടം സ്പീക്കർ സ്ഥാനത്ത് നിന്നും പിന്മാറിയ കൊടിക്കുന്നിൽ സുരേഷിനെയാണ് ആദ്യം സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചതെങ്കിലും ഇതിന് സുരേഷ് തയ്യാറായില്ല. പ്രതിപക്ഷത്തെ ആദ്യ ഇരിപ്പിടമാണ് കൊടിക്കുന്നിൽ സുരേഷിന് നൽകിയത്. രാഹുൽ ഗാന്ധിക്കൊപ്പം അഖിലേഷ് യാദവ്, കല്യാൺ ബാനർജി എന്നിവരും ആദ്യ ബെഞ്ചിലിരുന്നു. അഖിലേഷ് യാദവും സമാജ്വാദി പാർട്ടി എംപിമാരും ചുവന്ന തൊപ്പിയും ഷോളും ധരിച്ച് പ്രത്യേകമാണ് സഭയിലേക്ക് വന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.